Hi dears, welcome to Edream BCom online class. Today we are discussing principles of marketing and it's block 3, unit 8, objectives and methods of pricing. Block 3 deals with pricing. പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് ഈ ബ്ലോക്ക് 3 നമ്മൾ മൊത്തത്തിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പൊ എന്താണ് ഒരു 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൽ ഫസ്റ്റ് P നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചു കഴിഞ്ഞു, പ്രോഡക്റ്റ്. സെക്കൻഡ് P യെ കുറിച്ചാണ് ഈ ബ്ലോക്കിൽ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ നമ്മൾ വാങ്ങുകയോ അല്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്ചേഞ്ച് ആയി അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്താണോ നൽകുന്നത് അതിനെയാണ് എന്ത് പറയാ, പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് which can be expressed in rupees or other monetary units. സാധാരണയായി നമ്മൾ റുപ്പീസിൽ പറയുന്നു. ഇന്ത്യയിൽ നമ്മൾ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ പ്രൈസ് പറയുന്ന സമയത്ത് റുപ്പീസിൽ പറയുന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോണിറ്ററി യൂണിറ്റ്സിലാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു എക്കണോമിക് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായി നമ്മൾ നൽകുന്ന ആ പൈസയുടെ രൂപത്തിലുള്ള എക്സ്ചേഞ്ച് വാല്യൂ, ഇങ്ങോട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നതിന് പകരമായി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാം, പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ പല പ്രോഡക്റ്റിന് പല പേരുകളിലാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. നോർമലി എല്ലാം പ്രൈസ് ആണ്. പ്രൊഡക്റ്റോ സർവീസോ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ പകരം നമ്മൾ അങ്ങോട്ട് എക്സ്ചേഞ്ച് വാല്യൂ ആയി നൽകുന്നതാണ് പ്രൈസ്. അപ്പൊ ആ പ്രൈസ് ഓരോ പ്രൊഡക്റ്റിനും ഓരോ സർവീസിനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് സർവീസ്, നമ്മള് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ സർവീസ് ഉപയോഗിക്കുന്നതിന് പകരമായി കൊടുക്കുന്ന പ്രൈസിനെ ഫെയർ എന്നാണ് പറയാറുള്ളത്, ബസ് ഫെയർ എന്ന് പറയുന്നു. എന്നാൽ ഇൻഷുറൻസ് കവറേജ് ആണ് നമ്മൾ വാങ്ങിക്കുന്ന സർവീസ് എങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അത് ഏത് പേരിൽ അറിയപ്പെടുന്നത്, പ്രീമിയം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ദെൻ ബാങ്ക് ലോൺ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിന് കിട്ടുന്ന പേയ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫീസ് ആണ്. അപ്പൊ ഏത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിന് പകരമായി എന്ത് കൊടുക്കണം, പ്രൈസ് നൽകണം അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വാല്യൂ നൽകണം. അപ്പൊ ഈ 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് എലമെന്റ്സ് എത്രയും നന്നായി ഒരു മാർക്കറ്റ് മാനേജർ കമ്പൈൻ ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഏറ്റവും അധികം ലാഭം നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം സെയിൽസ് എൻഷുർ ചെയ്യാൻ കഴിയണം, മാക്സിമം റവന്യൂ ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസിലൂടെയാണ് നമ്മൾക്ക് ഈ റവന്യൂ കിട്ടുന്നത്. പ്രൊഡക്റ്റ് അങ്ങോട്ട് വിൽക്കുമ്പോൾ നമ്മുടെ വിൽപ്പനക്കാരന് കിട്ടുന്ന റവന്യൂ ആണ് ഈ പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് ഡിറ്റർമിനൻസിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു എലമെന്റ് ആണ് പ്രൈസ്. അപ്പൊ ഈ പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് അത്രയും ശ്രദ്ധ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇഫ് ദ ഡിസിഷൻ വിൽ ബി റോങ്, അതായത് നമ്മൾ എടുക്കുന്ന പ്രൈസിങ് ഡിസിഷൻ തെറ്റായി പോവുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും എല്ലായ്പ്പോഴും നമുക്ക് സക്സസ് മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രൈസിങ് ഡിസിഷൻ തെറ്റായി മാറിയാൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ സെയിൽസ് വോള്യൂം. നമ്മളുടെ ഡിമാൻഡ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു പ്രോഡക്റ്റിന് സിമിലർ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിനേക്കാൾ വളരെയധികം വില കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യില്ല. ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കുറയും. അതേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കുറഞ്ഞ പ്രൈസിൽ വേറൊരു കടയിൽ ലഭ്യമാണെങ്കിൽ നമ്മൾ ആ ലോ പ്രൈസ്ഡ് ഗുഡിനാണ് ഡിമാൻഡ് കൊടുക്കുക. അപ്പോൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ പ്രോഡക്റ്റിന്റെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായ പ്രൈസിംഗ് പോളിസി അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യമായിട്ടുള്ള മാക്സിമം സെയിൽസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് റോങ് പ്രൈസിംഗ് പോളിസി വിൽ റിസൾട്ട് ഇൻ ലീഗൽ കോംപ്ലിക്കേഷൻസ്. പല പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ കീഴിലൊക്കെ വരുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത്തരം പ്രോഡക്റ്റുകൾക്ക് മിനിമം ഇത്ര രൂപ വരെ ചാർജ് ചെയ്യാൻ പാടൂ എന്നുള്ളത്
ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് മാക്സിമം ഇത്രയും രൂപയിൽ കൂടുതൽ വിൽക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ പല നാണ്യവിളകൾക്കൊക്കെ താങ്ങുവില, ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് ഒക്കെ ഗവൺമെന്റ് തീരുമാനിക്കാറുണ്ട്. അപ്പൊ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള ആ ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാകണം എന്ന് വിചാരിച്ച് നമ്മൾ കുറേ പൈസ കൂട്ടി ആ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഗവൺമെന്റിന്റെ പോലീസ് കേസ് നമ്മൾക്ക് എതിരായിട്ട് വരും. അപ്പൊ ലീഗൽ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ റോങ് പ്രൈസിങ് ഡിസിഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ. അപ്പൊ പ്രൈസിങ് ഡിസിഷൻ തീരുമാനിക്കുന്ന സമയത്ത് ഓരോ മാർക്കറ്റിംഗ് മാനേജറും അത്രയും അതിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും കവർ ചെയ്തു പോകണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി ഇത് ബിസിനസ്സുകാർക്ക് മാത്രമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമല്ല ഈ പ്രൈസിങ് ഡിസിഷൻസും അതുപോലെ റിലേറ്റഡ് ആയ കാര്യങ്ങളും കൃത്യമായി വാച്ച് ചെയ്ത് നടപ്പിലാക്കുന്നത്. മറ്റ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്കുകൾ, അഡ്വർടൈസിങ് കമ്പനികൾ, അതേപോലെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇൻഷുറൻസ്, എന്റർടൈൻമെന്റ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് തീരുമാനിക്കുമ്പോൾ അത്രയധികം ശ്രദ്ധ കൊടുക്കണം. കാരണം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കാം, ഒരു ഫെയർ പ്രൈസ്, അതായത് അത്രയും നല്ലൊരു ട്യൂഷൻ ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ മാത്രമേ അവർക്കും അവരുടെ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ ആദം സ്മിത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രൈസ് ഓഫ് എവറിത്തിങ്, വാട്ട് എവറിത്തിങ് റെഡിലി കോസ്റ്റ് ഈസ് ദ ടോയിൽ ആൻഡ് ട്രബിൾ ഓഫ് അക്വയറിംഗ് ഇറ്റ്. എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സേവനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾക്ക് വരുന്ന പരിശ്രമം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളുടെ സഹനങ്ങൾ, അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ പ്രൈസ്. അതായത് ആ വസ്തു നേടിയെടുക്കണമെങ്കിൽ ഈ പ്രൈസ് എന്നുള്ള പേയ്മെന്റ് നമ്മൾ നൽകിയേ പറ്റുള്ളൂ. അപ്പൊ ഏത് സ്ഥാപനത്തിലാണെങ്കിലും, ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സർവീസ് റെൻഡറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവിടെയെല്ലാം ഈ പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അത്രയും പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പ്രൈസിങ് ഡിസിഷൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ പ്രൈസ് എലമെന്റ് പലപ്പോഴും ഇറ്റ് ഫോംസ് ദ ബേസ് ഫോർ കോമ്പറ്റീഷൻ. നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന കോമ്പറ്റീഷൻ ലെവൽ വരെ ഇതിൽ നിന്ന് തീരുമാനിക്കപ്പെടാറുണ്ട്. അതായത് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിങ് പോളിസി എങ്ങനെയാണ്, നമ്മളുടെ പ്രൈസിങ് പോളിസി എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അവരെക്കാൾ കൂടുതൽ വില കുറച്ചുകൊണ്ടോ ഒക്കെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് വാർ ഉണ്ടാവും, അവിടെ കോമ്പറ്റീഷൻ സ്റ്റിഫ് ആവും. അതുപോലെ തന്നെ പ്രൈസ് വാറുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് വിൽ ആൾസോ ഇമ്പോർട്ടൻറ്റ് ടു ബയേഴ്സ് ആൻഡ് സൊസൈറ്റി. നമ്മളുടെ മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അവരൊരു പ്രോഡക്റ്റ് ഒരു നിശ്ചിത സംഖ്യ വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന്റെ മൂല്യത്തിനെ കുറിച്ച് നമ്മളുടെ കൺസ്യൂമേഴ്സിന് ചില ധാരണകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുമ്പോൾ സമൂഹത്തിനെയും ബയേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്, ആ സോഫ്റ്റ് ഡ്രിങ്കിന് 100 രൂപ നമ്മളൊരു ബോട്ടിലിന് വില തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അത്രയും ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ പോലും ഒരു 60 രൂപ വരെയൊക്കെ നമ്മുടെ ബയേഴ്സ് സഹിക്കുള്ളൂ. ഒരുപാട് റേറ്റ് കൂടി കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ വാങ്ങിക്കില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റിയെ കുറിച്ച് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിന് തുല്യമായ അല്ലെങ്കിൽ അതിന് ചേരുന്ന വിലകൾ മാത്രമേ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ഇൻക്ലൂഡ് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. നമുക്കറിയാം 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് റെന്റ്. ലേബർ, എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് വേജസ്. ക്യാപിറ്റലിന് വരുന്ന പേയ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണർ, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട റിവാർഡ് ആണ്
പ്രോഫിറ്റ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്. അപ്പോൾ മാത്രമേ നമ്മൾക്ക് നഷ്ടമില്ലാതെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നൽകുന്ന പേയ്മെന്റ് നമ്മൾക്ക് ഈ പ്രോഡക്റ്റിന്റെ പ്രൈസിലൂടെ, ആ ടോട്ടൽ കോസ്റ്റ് ഈ പ്രൈസിലൂടെ കവർ ചെയ്യാൻ കഴിയണം. ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ ആണെങ്കിൽ ആ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന് മൊത്തം എത്ര കോസ്റ്റ് ആണോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതിനുള്ള പേയ്മെന്റ് നമ്മൾക്ക് അതിന്റെ ആ യൂണിറ്റ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് റൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ചുരുക്കി പറയാൻ കഴിയുന്നത് പ്രൈസ് മീൻസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഗിവൺ ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ് which can be expressed in rupees or other monetary units. Next topic, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. നമ്മൾ എന്താണ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി ഇങ്ങനൊരു പ്രൈസിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ മാർക്കറ്റിംഗ് മാനേജറുടെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഓർഗനൈസറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറയുന്ന സമയത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് മെത്തേഡ് ഓഫ് പ്രൈസിങ് ആയി മാറുന്നത്. പല കേസുകളിലും അത് മെത്തേഡ് കൂടിയാണ്. ഇനി മെത്തേഡ് ഓഫ് പ്രൈസിങ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നമ്മൾ ഇതിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലും വരാറുള്ളത്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്ങിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ്, സെയിൽസ് വോളിയം ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അതർ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെനി ഓർഗനൈസേഷൻ ഫോളോ മോർ ദാൻ വൺ ഒബ്ജക്റ്റീവ്. അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരുപാട് അതർ ഒബ്ജക്റ്റീവ്സും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിൽ തന്നെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു സ്ഥാപനം ഫോളോ ചെയ്യൂ എന്നില്ല. അവർക്ക് മാക്സിമം മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യണോ അതെല്ലാം നമ്മളുടെ ആ ഓർഗനൈസേഷന്റെ ഹെഡുകൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റേഴ്സ് ഫോളോ ചെയ്യും. അപ്പൊ അതിലെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്. ഇതാണ് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. നമ്മളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ലാഭം അത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. അതിൽ രണ്ട് സബ് ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ടു മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. രണ്ടാമതായി വരുന്നത് ടു അച്ചീവ് ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാഭം മാക്സിമം ആക്കുക. ലാഭം മാക്സിമം ആക്കണമെങ്കിൽ നമ്മൾക്ക് റവന്യൂ മാക്സിമം ഉണ്ടാവണം. നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്ലസ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് ആണ്. നമ്മൾക്കുണ്ടാകുന്ന ചെലവ് അതിന്റെ കൂടെ നമ്മൾ എത്ര രൂപ ലാഭം ആഗ്രഹിക്കുന്നു ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആഡ് ചെയ്യുമ്പോഴാണ് സെയിൽസ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ് നമ്മൾക്ക് ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എലമെന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസും കൂടും. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലക്ഷ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ലോങ് റൺ പ്രോഫിറ്റ് ആണോ മാക്സിമൈസ് ചെയ്യേണ്ടത്, ഷോർട്ട് റൺ പ്രോഫിറ്റ് ആണോ മാക്സിമൈസ് ചെയ്യേണ്ടത് എന്ന് നോക്കണം. അതേപോലെ ഓരോ സ്റ്റേജിലും കോസ്റ്റും നമ്മൾക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് കോസ്റ്റ് ലെവൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജിലും വരുന്ന കോസ്റ്റ് പ്രൈസ്, ആ കോസ്റ്റ് പ്രൈസും വരുന്ന സമയത്ത് പ്രോഡക്റ്റിന് ഉണ്ടാകുന്ന ഡിമാൻഡ്, അത് ഡിഫറെന്റ് സ്റ്റേജസിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കൃത്യമായി അനാലിസിസ് നടത്തണം. ദെൻ ഹെവി മാർജിൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് വേണമെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസും ഹൈ ആയിരിക്കും. അപ്പോൾ എല്ലാ സമയത്തൊന്നും ഹൈ പ്രൈസിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾക്ക് ഈ രീതി അഡോപ്റ്റ് ചെയ്യാം. കോസ്റ്റിന്റെ കൂടെ ഒരു ഹെവി റേറ്റ് ഓഫ് മാർജിൻ, അതായത് പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുക, എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാം. രണ്ടാമത്തേതിൽ ചെറിയൊരു വ്യത്യാസം തന്നെയുള്ളൂ. ഇവിടെ എന്താണ്? ടു അച്ചീവ് ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ആദ്യം തന്നെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളൊരു പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ തീരുമാനിച്ചു വെക്കും.
എന്നിട്ട് നമ്മൾ ആ സെയിൽസ് എത്താൻ, ആ ലെവലിൽ എത്താൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് adding our expected desired rate of return with cost. നമ്മൾക്ക് വരുന്ന ചെലവ് എത്രയാണ് എന്ന് നോക്കണം. അതേപോലെ തന്നെ ആ ചെലവിന്റെ കൂടെ എത്ര രൂപ പ്രോഫിറ്റ് ആയി ആഡ് ചെയ്താലാണ് നമ്മളുടെ ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത്, അത്രയും രൂപ പ്രോഫിറ്റ് ആയി ആഡ് ചെയ്യുക. ആ രീതിയിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കാം. ഇത് ചില മാർക്കറ്റുകളിൽ ലീഡർ പ്രൈസിങ് ഉണ്ടാവും. അതായത് ചില സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിന് അവിടെ നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും, അതിന് കോമ്പറ്റേറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. വേറെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ തീരുമാനിച്ച പ്രൈസാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ലീഡർ പ്രൈസിംഗ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രൈസ് തീരുമാനിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി സർവേ നടത്തി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പാടുള്ളൂ. ദെൻ രണ്ടാമത്തെ സെക്ഷൻ സെയിൽസ് വോളിയം ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ് വോളിയം. അപ്പൊ അവിടെ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേണോ ഒന്നുമല്ല നോക്കുന്നത്, നമ്മൾക്ക് എത്ര ലാഭം ഉണ്ടായി എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളുടെ ലക്ഷ്യം മാക്സിമം സെയിൽസ് ആണ്. അത് പ്രൈസ് കട്ടുകൾ നടത്തിക്കൊണ്ടോ ഡിസ്കൗണ്ട് നടത്തിക്കൊണ്ടോ എന്ത് ചെയ്താലും വേണ്ടില്ല, നമ്മളുടെ പ്രൊഡക്റ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് മാക്സിമം സെയിൽസ് ഉണ്ടാകണം. അതിനനുസരിച്ച് പ്രൈസ് തീരുമാനിക്കാം. മാക്സിമം സെയിൽസ് ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ എന്തായാലും ലോവസ്റ്റ് പ്രൈസിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ലോവസ്റ്റ് പ്രൈസിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പല കമ്പനികൾക്കും അതിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. ലോങ് റണ്ണിൽ ചിലപ്പോൾ നമ്മൾക്ക് നേരിയ തോതിലുള്ള പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായെന്ന് വരാം. ഹൈ റേറ്റ് ഓഫ് മാർജിൻ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം മാക്സിമം സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് മാക്സിമം ബെനിഫിറ്റ്സ് കൊടുക്കും. ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ പ്രൈസ് കട്ടുകളോ ഏറ്റവും ചുരുങ്ങിയ വിലക്കുള്ള വിൽപ്പനയോ ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം മാക്സിമം സെയിൽസ് ആണ്. അപ്പൊ ആ മാക്സിമം സെയിൽസ് എൻഷുർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രോഫിറ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല കടകളിലും ചിലപ്പോൾ അവരായിരിക്കാം സെയിൽസിന്റെ വോളിയം എടുത്ത് നോക്കുമ്പോൾ അവർ മാക്സിമം സെയിൽസ് നടത്തിയിട്ടുണ്ടാവാം, പക്ഷെ അവരുടെ ലാഭം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ പോളിസി വേണോ എന്ന് മാർക്കറ്റർക്ക് തീരുമാനിക്കാം. രണ്ടാമതായിട്ട് എന്താ നമ്മൾ നോക്കുന്നത്, മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ ആണ്. നമ്മളുടെ മാർക്കറ്റ് ഷെയർ, നമ്മൾക്ക് എത്രമാത്രം ഷെയർ ആണ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഉള്ളത് എന്നത് കോർപ്പറേറ്റ് സ്ട്രെങ്ത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾക്ക് ആ മാർക്കറ്റിൽ നമ്മുടെ സ്ഥാപനത്തിന് എത്രമാത്രം പവർ ഉണ്ട്, എത്ര ഷെയർ ആണ് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്ട്രെങ്ത് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. അപ്പൊ പ്രോഫിറ്റിനല്ല നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, മാക്സിമം മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യാൻ. അതിനുവേണ്ടി ഇനി വരുന്ന കോമ്പറ്റേറ്റേഴ്സിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രൈസിങ് പോളിസിയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മളേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയരുത്. നമ്മൾ മാക്സിമം ക്വാളിറ്റി പ്രോഡക്റ്റ് നൽകണം. അപ്പോൾ ഒരുപാട് റേറ്റ് ഓഫ് റിട്ടേണിൽ പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാർക്കറ്റ് ഷെയർ മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒബ്ജക്റ്റീവായി വെക്കുമ്പോൾ ഏറ്റവും നന്നായി മാർക്കറ്റ് സർവേ ആൻഡ് അനാലിസിസ് നടത്തിയിരിക്കണം. ദെൻ മൂന്നാമത്, ഇപ്പൊ ഈ പ്രോഫിറ്റ് വോള്യൂം അതേപോലെ തന്നെ സെയിൽസ് വോള്യൂം ഒന്നുമല്ലാതെ വേറെ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി, അതർ ഒബ്ജക്റ്റീവ്സ്. പ്രൊഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ ആദ്യമായിട്ട് എന്താ പറയുന്നത്, ടു സ്റ്റെബിലൈസ് പ്രൈസസ്. വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സ്ഥിരത നമ്മളുടെ പ്രൈസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പൊ ചില മാർക്കറ്റുകളിലൊക്കെ ലീഡർ പ്രൈസിങ് ആയിരിക്കും. കാരണം അവിടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു കോമ്പറ്റേറ്റർ ഉണ്ടാവും. അവരുടെ പ്രൈസിങ് പോളിസി ആയിരിക്കും ഏറ്റവും നല്ലത്. അതിനേക്കാൾ കുറഞ്ഞു പ്രൈസ് തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടം വരും. കൂടുതൽ പ്രൈസ് തീരുമാനിച്ചാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പ്രൈസിങ് പോളിസി ഫോളോ ചെയ്യണം. അവരെങ്ങനെയാണോ പ്രൈസ് ഈടാക്കുന്നത് അതേപോലെ നമ്മൾ ചെയ്താൽ മതി. ദെൻ രണ്ടാമത് ടു സർവൈവ് ആണ്.
നമ്മൾക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റണം? നിലനിൽക്കാൻ പറ്റണം. അപ്പോൾ ഓരോ പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നോക്കണം, ആ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. സ്റ്റിഫ് കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് അത്രയധികം ഡിമാൻഡും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് ഹൈ പ്രൈസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പോലും വിറ്റുപോയി എന്ന് വരില്ല. അപ്പൊ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോ പ്രൈസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഒക്കെയാണ് ഒരു മാർക്കറ്റർ നമ്മളുടെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് എങ്കിൽ പെനിട്രേഷൻ, അതായത് ലോ പ്രൈസ് പോളിസി തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. ദെൻ അടുത്തത് ടു ഇംപ്രൂവ് കമ്പനി ഇമേജ്, ദാറ്റ് മീൻസ് ക്വാളിറ്റി ഗുഡ്സ് സപ്ലയർ. നമ്മുടെ സ്ഥാപനത്തിന് ആളുകൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുക. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നൽകുന്ന കമ്പനിയാണ് നമ്മളുടെ കമ്പനി. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി വേണം, കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം, അവർക്ക് വേണ്ട സർവീസുകൾ കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് വില കൂടിയാലും നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് വാങ്ങിക്കും. അതേപോലെ തന്നെ വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അവോയ്ഡ് കോമ്പറ്റേറ്റേഴ്സ് എൻട്രി ആണ്. നമ്മൾക്ക് മറ്റുള്ളവരെ, നമ്മൾ ഏറ്റവും നല്ല പ്രൈസിങ് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മളേക്കാൾ മുകളിലായിട്ട് വേറൊരു കോമ്പറ്റേറ്റേഴ്സും വരില്ല. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിന്റെ പുതിയ കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് തടയുന്ന തരത്തിലുള്ള പ്രൈസിങ് പോളിസി വേണം. തടയാ മീൻസ് നമ്മളാണ് ഏറ്റവും നല്ല സപ്ലയർ എങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ ആ മാർക്കറ്റിലേക്കുള്ള എൻട്രി വളരെ കുറയും. അപ്പോൾ പ്രൈസ് തീരുമാനിക്കുമ്പോൾ, പ്രൊഡക്റ്റ് പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ് വേണം അഡോപ്റ്റ് ചെയ്യാൻ. സാധാരണയായി എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യുന്ന 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും മാർക്കറ്റ് ഷെയർ മാക്സിമൈസേഷനാണ്. നമ്മൾ പറഞ്ഞിരുന്നു തുടക്കത്തിൽ, ഒരു സ്ഥാപനവും ഒരൊറ്റ സിംഗിൾ ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ടല്ല ബിസിനസ് പെർഫോം ചെയ്യുന്നത്. അവർക്ക് 2ഓ അതിലധികമോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൈസിങ് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് മാർക്കറ്റ് കൃത്യമായി പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിങ് പോളിസി വേണം അഡോപ്റ്റ് ചെയ്യാൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. നമ്മളൊരു പ്രൊഡക്റ്റിനോ സർവീസിനോ പ്രൈസ് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? പ്രധാനമായി ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ടു ദ ബയർ. സെക്കൻഡ് വൺ, കോസ്റ്റ്. തേർഡ് വൺ, കോമ്പറ്റീഷൻ. ഫോർത്ത് വൺ, ലീഗൽ കൺസിഡറേഷൻസ് ആൻഡ് അതർ എലമെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ടു ദ ബയർ. വാല്യൂ എന്ന് പറയുമ്പോൾ ദ എക്സ്പെക്റ്റഡ് ബെനഫിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് വെൻ എ ബയർ ബൈസ് ദാറ്റ് പ്രോഡക്റ്റ് ബൈ പേയിങ് പ്രൈസ്. വില കൊടുത്തുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റോ ഒരു സർവീസോ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട്. അതിനെയാണ് ഈ വാല്യൂ ടു ദ ബയർ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ബയേഴ്സ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നോർമലി ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. ബട്ട് ദെയർ പർച്ചേസിങ് പവർ ഈസ് ലിമിറ്റഡ്. അവർക്കത് വാങ്ങാൻ, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള വരുമാനം നമ്മൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നോർമലി ഒരു സാധാരണയായിട്ടുള്ള ഒരു പർച്ചേസർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്താണ് ചെയ്യുന്നത്? ഹി പ്രിപ്പയേഴ്സ് എ പ്രയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി ഷെഡ്യൂൾ. നമ്മളുടെ കയ്യിലുള്ള ഇൻകം വെച്ച് എന്തൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളൊരു ഷെഡ്യൂൾ നമ്മൾ കണക്കാക്കും. മനസ്സിലെങ്കിലും നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ ആലോചിക്കും. അതായത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം ഇത്രയാണ്, ആ വരുമാനത്തിൽ നിന്ന് എന്തെല്ലാം പ്രോഡക്റ്റ് നമ്മൾക്ക് വാങ്ങിക്കാൻ കഴിയും, അതിൽ നമ്മൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ഏതൊക്കെയാണ്, ആ പ്രോഡക്റ്റിന് കിട്ടുന്ന ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായി അനലൈസ് ചെയ്തിട്ടേ ഒരു ബയർ ഒരു പ്രോഡക്റ്റ് വാങ്ങുള്ളൂ. ആൻഡ് ഹി ചൂസ് ദാറ്റ് പ്രോഡക്റ്റ് വിച്ച് വിൽ പ്രൊവൈഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ഹിം. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഏത് പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മൾക്ക് ലഭിക്കുന്നത്, ആ പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അയാളുടെ ബൈയിങ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യും. അവിടെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്, പ്രൈസ് സെൻസിറ്റിവിറ്റി. The marketer has to analyze this price sensitivity before deciding the price of a product. And the law of demand explains that people want more products or they have more demand for low priced goods.
നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് സിമിലർ പ്രോഡക്റ്റ് ഒരേ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഒന്ന് ഹൈ പ്രൈസും ഒന്ന് ലോ പ്രൈസും ആണെങ്കിൽ നമ്മളുടെ ബയേഴ്സ് തിരഞ്ഞെടുക്കുക ലോ പ്രൈസ്ഡ് ഗുഡ്സ് ആണ് എന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് വിലയ്ക്കാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്യണം. അതല്ലാതെ നമ്മൾക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഹൈ പ്രൈസ് ഒരു പ്രോഡക്റ്റിന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമ്മുടെ കൺസ്യൂമേഴ്സ് വാങ്ങിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അവർക്ക് അതിൻ്റെ പ്രൈസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നോക്കുന്നത്. നമ്മളുടെ പ്രൈസ് സെൻസിറ്റിവിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു റിലേറ്റീവ് ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. നോർമലി വില കൂടിയാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇലാസ്റ്റിക് ആണ് എന്ന് പറയും. അതിൻ്റെ ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിക് ആണ് എന്ന് പറയും. എന്നാൽ വില കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡിൽ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനെ ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും വില കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില പ്രോഡക്റ്റുകളിൽ വ്യത്യാസമുണ്ടാവും, ചില പ്രോഡക്റ്റുകളിൽ വ്യത്യാസമുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്? അതായത് റിലേറ്റീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. എന്തിന് കാരണം? റിലേറ്റീവ് ചേഞ്ച് ഓഫ് പ്രൈസ്. പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു Q1 Q2, അതായത് ചേഞ്ച് ഉണ്ടല്ലോ അതിലുണ്ടാകുന്ന വ്യത്യാസം, ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ഉണ്ട്. P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2 ബൈ 2 ഇൻറ്റു 100. അതായത് നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് കാണുന്നു, ആ ചേഞ്ചിൻ്റെ ഒരു ആവറേജ് പോലെ. അപ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ആ ഇലാസ്റ്റിസിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. എന്നാൽ പ്രോഡക്റ്റിന് ഇലാസ്റ്റിസിറ്റി ഇല്ലെങ്കിൽ നമ്മൾക്കൊരു കുഴപ്പമില്ല, പ്രൈസ് നമ്മളുടെ പോളിസിക്ക് അനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് 20% വർദ്ധിച്ചു. ഏത് സാഹചര്യത്തിൽ? വെൻ ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 5%. 5% വില കുറച്ചപ്പോൾ 20% ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പം നമ്മൾക്ക് ആ ഇലാസ്റ്റിസിറ്റിയെ 4, അതായത് -4 എന്ന് പറയാം. ആ മൈനസ് സൈനിലുള്ള കാരണം ഇൻവേഴ്സ് റിലേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ചേഞ്ചിൽ ഒരു നല്ലൊരു ചേഞ്ച് വേണം, അല്ലാതെ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച്. അടുത്ത എക്സാമ്പിളിൽ പറയുന്നത് 1/3 ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം നമ്മളത് ഇൻഇലാസ്റ്റിക് ആണെന്നാണ് പറയുക. ആ ഒരു ചെറിയ വ്യത്യാസമൊന്നും നമ്മൾ ഇലാസ്റ്റിക് ആയിട്ട് കണക്കാക്കില്ല. നല്ലൊരു ചേഞ്ച് -4 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇരട്ടിയാണ് വ്യത്യാസം വരുന്നത്. 4 ഇരട്ടി. 5% കുറഞ്ഞപ്പോൾ 5%ൻ്റെ 4 ഇരട്ടി, 20% ഡിമാൻഡ് കൂടിയത്. അപ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ ഇലാസ്റ്റിക് ആണ്. എന്നാൽ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് അത്രയധികം ചേഞ്ച് ഒന്നും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇല്ലെങ്കിൽ അത് ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഇൻഇലാസ്റ്റിസിറ്റിയും ഇലാസ്റ്റിക്കും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈസും കോസ്റ്റും ശ്രദ്ധിക്കണം. പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ആ പ്രോഫിറ്റ് എലമെന്റ് നോക്കണം. മാർക്കറ്റ് അനാലിസിസ് നടത്തുമ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നോക്കണം. നമ്മുടെ കമ്പനി എപ്പോഴും പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോൾ എല്ലാ കോസ്റ്റും നമ്മൾക്ക് കവർ ചെയ്യാൻ കഴിയണം.
അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ചെലവുകളുണ്ട്. ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്താലേ നമ്മൾക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നോർമലി മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ ഡിസ്ക്രിഷണറി ഇൻകത്തിൽ നിന്ന് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ലക്ഷറി പ്രൊഡക്റ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്. അതായത് ലക്ഷറി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടും. ലക്ഷറി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് വളരെയധികം കുറയും. എന്നാൽ നെസസറി പ്രോഡക്റ്റ് ഉണ്ടാവും നമ്മളുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള, ഇപ്പോൾ പല വ്യഞ്ജനങ്ങൾ, പച്ചക്കറി അങ്ങനെയൊക്കെ വരുന്ന ചില നെസസറി പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഇന്നിലാസ്റ്റിക് ആണ്. അതിലിപ്പോൾ ചെറിയൊരു പ്രൈസ് ചേഞ്ച് ഉണ്ടായാലും നമ്മുടെ ഡിമാൻഡിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷനിൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റാണ്. കോസ്റ്റ് മീൻസ് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ചിലവുകളും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അങ്ങനെ എല്ലാ ചിലവുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ടോട്ടൽ എക്സ്പെൻസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് എത്രയാണ് എന്ന് നോക്കിയാണ് നമ്മൾക്ക് പ്രൈസ് തീരുമാനിക്കാൻ കഴിയുക. കാരണം കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഈ കോസ്റ്റിൽ തന്നെ രണ്ട് തരം കോസ്റ്റുകൾ ഉണ്ടാവും. ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന എക്സ്പെൻസുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, പിന്നൊന്ന് വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, അതായത് നമ്മൾക്ക് അവൈലബിൾ ആയ കപ്പാസിറ്റി വെച്ചുകൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് ആയി നിലനിൽക്കുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാക്ടറി സ്പേസിൻ്റെ റെൻറ്റ്, ആ ഫാക്ടറിയിൽ നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെൻ്റ് അത് തന്നെയാണ്, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെൻ്റ് അത് തന്നെയാണ്. അപ് ടു എ ലെവൽ കേട്ടോ, ഒരു പരിധി വരെ നമ്മൾക്ക് അവൈലബിൾ ആയ ആ ഒരു കപ്പാസിറ്റി വെച്ചുകൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും സ്ഥിരമായി നിലനിൽക്കുന്ന ചാർജാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് പെർ യൂണിറ്റ് വ്യത്യാസം വരും. യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും, യൂണിറ്റ് കുറയുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് കൂടും. എന്നാൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻസ് ഫിക്സഡ് പെർ യൂണിറ്റ്. അതായത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സ്ഥിരമായിരിക്കും. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടിയാൽ വാരിയബിൾ കോസ്റ്റ് കൂടും, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞാൽ വാരിയബിൾ കോസ്റ്റ് കുറയും, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കുറയും. അപ്പോൾ ആ രണ്ട് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ വാരിയബിൾ കോസ്റ്റിന് ഉദാഹരണമാണ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 3 രൂപയുടെ മെറ്റീരിയലാണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 100 യൂണിറ്റ് ആകുമ്പോൾ 100 × 3 300 രൂപയുടെ മെറ്റീരിയൽ വേണ്ടി വരും. 1000 യൂണിറ്റ് ആകുമ്പോൾ 1000 × 3. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, അതായത് വാരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് വ്യത്യാസം വരും. പക്ഷെ പെർ യൂണിറ്റ് ഒരു യൂണിറ്റിന് 3 രൂപ പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കേണ്ടത്. എല്ലായ്പ്പോഴും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം ഓർമ്മിക്കണം. പ്രോഫിറ്റ് നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾക്ക് കോസ്റ്റിൽ മിനിമൈസേഷൻ നടത്തിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തേണ്ടത്? കോസ്റ്റ് എത്രയാണ് വരുന്നത്, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുമ്പോൾ എത്ര രൂപ പ്രൈസ് തീരുമാനിക്കണം എന്നുള്ളത് മാർക്കറ്റർ നോക്കണം. ദെൻ മറ്റൊരു എലിമെൻ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ എങ്ങനെയാണ്? സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണോ, നോ കോമ്പറ്റീഷൻ ആണോ എന്നൊക്കെ നോക്കണം. സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്നത് സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൈസിങ് പോളിസി നോക്കണം. ലീഡർ പ്രൈസൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. എന്നാൽ നോ കോമ്പറ്റീഷൻ ആണെങ്കിൽ
നമുക്കൊന്നും നോക്കാനില്ല, നമ്മുടെ ടാർഗറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പ്രൈസ് തീരുമാനിക്കാം. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റിലുള്ളത്, അവരെത്ര ഇതേ സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കാണ് നൽകുന്നത് എന്ന് നോക്കി വേണം നമ്മളും പ്രൈസ് തീരുമാനിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും, കോമ്പറ്റേറ്റേഴ്സ് അവരുടെ ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ നാലാമതായി പറയുന്നത് ലീഗൽ കൺസിഡറേഷൻസ് ആണ്. നിയമപരമായി ചില നിബന്ധനകളൊക്കെ ഉണ്ടായിരിക്കും പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ചില പ്രോഡക്റ്റുകളുണ്ട്, മെഡിസിൻ ഒക്കെ അതിൽ വരുന്നതാണ്, കെറോസിൻ, അങ്ങനെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ കീഴിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഗവൺമെൻറ് എസെൻഷ്യൽ കമ്മോഡിറ്റി ആണ് എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ പ്രൊഡക്റ്റിനൊക്കെ പ്രൈസ് തീരുമാനിക്കുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഒരു 2 യൂണിറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, വാങ്ങാൻ 4 ആളും ഉണ്ടെങ്കിൽ നമ്മൾ വില പേശും. ഏറ്റവും കൂടുതൽ വില ആരാണോ തരുന്നത് അവർക്ക് കൊടുക്കും. എന്നാൽ മെഡിസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു എമർജൻസി മെഡിസിൻ ആണ്, ആ മെഡിസിൻ ആ പേഷ്യൻറ്റിന് അത്രയും അത്യാവശ്യമാണ്, എന്ത് വില പറഞ്ഞാലും അയാൾ വാങ്ങിക്കുമെന്ന് വിചാരിച്ച് 10 രൂപ വിലയുള്ള മെഡിസിൻ നമുക്ക് 100 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമോ? ഇല്ല. കാരണം അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അയാൾ പരാതിപ്പെട്ടാൽ ഗവൺമെൻറ് നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യും. അപ്പോൾ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആണെങ്കിൽ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് മാത്രമേ നമ്മൾക്ക് പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതല്ല നോർമൽ പ്രോഡക്റ്റ് ആണെങ്കിലും ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ, പരമാവധി ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് പ്രൈസൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിനെതിരെ നടപടികൾ എടുക്കും. ദെൻ ലാസ്റ്റിൽ വരുന്നത് അതർ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പ്രൈസിങ് തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ. അതിൽ വരുന്നത് ഇപ്പം നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റി, അതിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി, അതിന് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സെയിൽസ് പേഴ്സണൽസിൻ്റെ എഫിഷ്യൻസി, അതൊക്കെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഈ ഘടകങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പിടിച്ചു നിർത്താൻ കഴിയും. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഇഫ് എ കമ്പനി പ്രൊവൈഡിങ് ഹോം ഡെലിവറി or money back guarantee or selling through expensive outlet, the selling price may be high. അങ്ങനെയാണെങ്കിലും കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ പോവാണ്, പുറത്ത് വെറുതെ ഒരു മേശിട്ടിട്ട് ഈ കൊടയുടെ കീഴിലൊക്കെ ഉള്ള ജ്യൂസ് കടകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ജ്യൂസ് കുടിക്കുന്നതും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള നല്ല നൈസ് മ്യൂസിക്കും നൈസ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു കടയിൽ പോയി ജ്യൂസ് കുടിക്കുന്നതും വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഓപ്പൺ എയറിലുള്ളതിന് ചിലപ്പോൾ 50 രൂപയാണെങ്കിൽ ആ AC ഷോറൂമിൽ ചിലപ്പോൾ 65 രൂപയായിരിക്കും. പക്ഷേ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ആണ്, 65 രൂപയ്ക്കാണെങ്കിലും അവിടെ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവർ ആ പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ പ്രൈസിങ് എന്ന് പറയുന്നത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയി കുറേ മറ്റ് ഫെസിലിറ്റികൾ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റർ പ്രൈസ് തീരുമാനിക്കേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഷോർട്ട് റൺ പ്രോഫിറ്റബിലിറ്റി ആണോ നോക്കുന്നത്, ലോങ് റൺ പ്രോഫിറ്റബിലിറ്റി ആണോ ലക്ഷ്യം വെക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രോഡക്റ്റ് പ്രൈസ് കാൽക്കുലേഷൻ നടത്തുക. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതിലുള്ള പല കാര്യങ്ങളും മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്ങിലും വരും. അതായത് കോസ്റ്റ് പ്ലസ് ഒക്കെ വരുന്ന സമയത്ത് അതേപോലെ അത് നമ്മളിവിടെ ഒരു മെത്തേഡായിട്ടും എടുക്കാറുണ്ട്. മെയിനായിട്ട് ബേസിക് മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷനിൽ വരുന്നത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്, ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് ആൻഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സം ടോട്ടൽ ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് ആൻഡ് സർവീസ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ സർവീസ് റെൻഡർ ചെയ്യാനോ വേണ്ടി നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ ചെലവുകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. അതിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ കോസ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നതിൽ 2 മെത്തേഡുകളാണുള്ളത്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങും ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ അനാലിസിസും. അപ്പോൾ ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്
ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്നല്ല പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് മാർജിൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുക. അപ്പോൾ കോസ്റ്റ് കണക്കാക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഓവർ ഹെഡ് ആയിട്ടുള്ള, അതായത് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. ദെൻ പ്രോഫിറ്റ്, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന എത്രയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ അത് ആ ഒരു എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റ് എലമെന്റ് ആഡ് ചെയ്തുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നു. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ കവർ ദ ടോട്ടൽ എക്സ്പെൻസസ്. ഒരു സ്ഥാപനം നേരിടുന്ന എല്ലാ എക്സ്പെൻസും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതിനൊരു എക്സാമ്പിൾ എൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ആയിട്ട് തരുന്നില്ല, കുറേ എമൗണ്ടുകളാണ്. അതായത് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു യൂണിറ്റിന് 30 രൂപ, സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ കോസ്റ്റ് 4 രൂപ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് 6 രൂപ. അങ്ങനെ ടോട്ടൽ 40 രൂപ നമ്മൾക്ക് ചിലവ് വരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 10 രൂപ ലാഭം ആഡ് ചെയ്യുന്നു. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 10 രൂപ കൂട്ടിയിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു, സെല്ലിംഗ് പ്രൈസ് 50 രൂപ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മളുടെ വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ്. ഇതിനെ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രൈസിങ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ കവർ ചെയ്തു, നമ്മൾ ആഗ്രഹിക്കുന്ന ലാഭവും കിട്ടി. ആ രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. രണ്ടാമത്തേത് കോസ്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡിൽ രണ്ടാമത്തെ രീതിയാണ് ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇവിടെ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെ നടത്തി നമ്മളൊരു ടാർഗറ്റ് സെയിൽസ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രൈസിങ് നടത്തുന്നത് എങ്കിൽ നമ്മൾ അതിൽ എത്ര രൂപ ലാഭം നമ്മൾക്ക് വേണം ആദ്യമേ തീരുമാനിച്ചു വെക്കുന്നു. അത്രയും രൂപ ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റ് വിൽക്കണം എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് നമ്മൾ തീരുമാനിക്കും. അത്രയും രൂപ ലാഭം ഉണ്ടാവാൻ എത്ര രൂപയുടെ സെയിൽസ് ആണ് നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്ന് നോക്കുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ലാഭമില്ല, നഷ്ടമില്ല. ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അപ്പോൾ 5000 യൂണിറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ 5000 യൂണിറ്റ് 50 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 50 × 5000. അപ്പോൾ എങ്ങനെ വരുന്നു, 5 × 5 25. ദെൻ അങ്ങനെ നമ്മൾ ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2,50,000 എന്നോ അങ്ങനെ കിട്ടുന്ന സമയത്ത് അപ്പോൾ ആ 50 രൂപയ്ക്ക് 5000 യൂണിറ്റ് വിൽക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നഷ്ടം ലാഭം ഒന്നുമില്ല. ടോട്ടൽ ചെലവ് 2,50,000 ആണ്, ടോട്ടൽ റവന്യൂ 2,50,000 ആണെന്ന് വിചാരിക്കാം. ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയാം, ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. അവിടെ ലാഭവുമില്ല, നഷ്ടമില്ല. ബിയോണ്ട് ദാറ്റ് പോയിന്റ് വി ആർ ഏർണിംഗ് പ്രോഫിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, വരുമാനം കിട്ടിത്തുടങ്ങും അല്ലെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ അവിടെ നമ്മളൊരു സ്ട്രക്ചർ കണക്കാക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്ന ഒരു സ്ട്രക്ചർ. അതായത് ആദ്യം സെയിൽസിലൂടെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം, സെയിൽസ്. അതിൽ നിന്ന് നമ്മൾ വാരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം, വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പം നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കിട്ടും. അതായത് ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ആണല്ലോ. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കണക്ക് പ്രകാരം നമ്മൾ വാരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷനിൽ നമ്മൾ വീണ്ടും എന്ത് മൈനസ് ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായി എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും, BEP സെയിൽസ് വോള്യൂം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ് കണക്കാക്കുന്നത്. അതായത് ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും നമ്മൾക്കുണ്ടാകുന്ന ചെലവ് എത്ര, വരുമാനം എത്ര, അതാണ് ഗ്രാഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിലും
ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ്? ഇറ്റ് റിമെയിൻ ഫിക്സഡ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഇനി വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ഒരു യൂണിറ്റിന് വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ദെൻ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്തോറും വാരിയബിൾ കോസ്റ്റ് കൂടി വരും. അത് ഫിക്സഡ് കോസ്റ്റിന് മുകളിൽ കേട്ടോ. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് വാരിയബിൾ കോസ്റ്റിന്റെ പോർഷൻ. ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കൂടും? വാരിയബിൾ കോസ്റ്റ് കൂടും. അപ്പോൾ വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ലൈൻ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ നോക്കി നോക്കൂ, ഇത്രയും ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട്, ഇത്രയും വാരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കണക്കാക്കുന്നു. ഇനി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 0 യൂണിറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ ഇല്ല. കാരണം ഇത്രയും ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്ത് വാരിയബിൾ കോസ്റ്റും കവർ ചെയ്യുമ്പോഴാണ് ലാഭത്തിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ റവന്യൂ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ ആൻഡ് ഗ്രോ അപ്വേർഡ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ്, ഈ പർട്ടിക്കുലർ പോയിന്റിൽ നോക്കി നോക്കൂ, ടോട്ടൽ കോസ്റ്റ് ലൈന് ടോട്ടൽ റവന്യൂ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ലാഭമില്ല, നഷ്ടമില്ല, ആകെ കിട്ടുന്ന വരുമാനം ഇതാണ്. ഇപ്പൊ ഇതിപ്പോ ഇവിടെ അതിന് നേർക്ക് ഇപ്പൊ 1 ലക്ഷമാണ് റവന്യൂ എന്ന് വിചാരിക്കാം. അപ്പൊ ആ 1 ലക്ഷം എന്നുള്ള ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾക്ക് വരുമാനവും 1 ലക്ഷം, ചെലവും കണ്ടോ. ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇവിടെയാണ്, ടോട്ടൽ റവന്യൂ ലൈനും ഇവിടെയാണ്. അപ്പൊ ഇവിടെ ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ടോട്ടൽ എക്സ്പെൻസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? BEP എന്ന് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ്. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് റവന്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യും? ഇതാണ് പ്രോഫിറ്റ് ഏരിയ. കോസ്റ്റിനേക്കാൾ, കോസ്റ്റ് ലൈൻ ഇതിനല്ലേ പോകുന്നത്, കോസ്റ്റിനേക്കാൾ കൂടുതൽ വരുന്ന റവന്യൂ പോർഷൻ, അവിടെയാണ് പ്രോഫിറ്റ് ഏരിയ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ തരാണ്, 5000 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സെയിൽസ് വരേണ്ടത്? അപ്പൊ ആദ്യം നമ്മൾ BEP സെയിൽസ് കണ്ടുപിടിക്കും. BEP സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അങ്ങനെ BEP സെയിൽസ് കണ്ടുപിടിക്കുക. പ്ലസ് അതിന്റെ കൂടെ എത്ര യൂണിറ്റ് സെയിൽസ് കൂട്ടിയാലാണ് ടാർഗറ്റഡ് സെയിൽസ് വരുമ്പോഴാണ് നമ്മൾക്ക് ആ എക്സ്പെക്ട് ചെയ്യുന്ന ലാഭം കിട്ടുന്നത് എന്ന് നോക്കാം. ഇതിലൊരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്. ആ ചാർട്ടിന് താഴെ ഒരു ആവറേജ് അതിൽ എന്തൊക്കെയാ പറയുന്നത്? ഒരു ലെതർ ബാഗിന്റെ കേസാണ്. ഭാരത് ലെതർ വർക്ക്സ് വിത്ത് മാനുഫാക്ചേഴ്സ് ഫോം ലെതർ ബാഗ്സ്. അവരുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ₹80,000. എത്ര യൂണിറ്റ് സെയിൽസ് വോള്യൂം ആണെങ്കിലും 80,000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് പെർ ബാഗ്, ഒരു യൂണിറ്റിന് വരുന്ന വാരിയബിൾ കോസ്റ്റ് 8 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 12 രൂപയാണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് അറിയാം 12 രൂപ, വാരിയബിൾ കോസ്റ്റ് അറിയാം 8 രൂപ. അപ്പൊ നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ് കിട്ടേണ്ടത്. അപ്പൊ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. 12 മൈനസ് 8, 4 രൂപ. മുകളിൽ ഫിക്സഡ് കോസ്റ്റ് ആണ് എഴുതേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80,000. അപ്പൊ 80,000 ഡിവൈഡഡ് ബൈ 4. അപ്പൊ 20,000 ബാഗ്സ്, അത് യൂണിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ചല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ 20,000 യൂണിറ്റ് ബാഗുകൾ വിറ്റാൽ നമ്മൾക്ക് എന്തില്ല എന്നാ പറയുന്നത്? ലാഭമോ നഷ്ടമോ ഇല്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 20,000 ഇൻറ്റു 12 എത്രയാണ് വരുന്നത്? അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക. ദെൻ 20,000 ഇൻറ്റു 8 വാരിയബിൾ കോസ്റ്റ് വരും. ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും അതൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നമുക്ക് ലാഭമില്ല നഷ്ടമില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ 1 രൂപ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം ഉണ്ടാവും? അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്ത് വ്യത്യാസം വരും? 1 രൂപ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ കോൺട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. 13 മൈനസ് 8 ചെയ്യുമ്പോൾ 5. അപ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 20,000 ഉള്ളത് എത്രയായി മാറും? 16,000 ആയി മാറും. അപ്പൊ അങ്ങനെ ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത് ഓരോ പ്രൈസ് വെക്കുമ്പോഴും ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത്. അതേപോലെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്ത്, അതിന് ഡ്രോബാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ മെത്തേഡിന്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ്
ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ വാരിയബിൾ കോസ്റ്റും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റും നമ്മൾക്ക് ഇൻക്രീസ് ആയിട്ട് വരും. എങ്ങനെയാണെങ്കിലും ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കും. എവിടെയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് വരുന്നത്, എത്ര യൂണിറ്റ് വിറ്റാലാണ് നമ്മൾക്ക് ലാഭമില്ല നഷ്ടമില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തുന്നത്. പിന്നെ ഇത്ര രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ കൂടെ നമ്മൾ അത് ആഡ് ചെയ്താൽ മതി. അത്രയും യൂണിറ്റ് വിറ്റാൽ നമുക്ക് ഇത്രയും രൂപ ലാഭം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ആ എലമെന്റ് വെച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനൊന്നും നിങ്ങൾക്കില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഏത് യൂണിറ്റിൽ എത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൺ ആകുന്നത്. അതിന് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. BEP സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്ങിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. അതിൽ 2 ടൈപ്പാണ് ഉണ്ടായിരുന്നത്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആൻഡ് ടാർഗറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്. Then രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡിമാൻഡ് ഓറിയന്റഡ് പ്രൈസിങ്. Here the marketer considers the demand for the product at various price levels. ഇവിടെ നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര ലാഭം കിട്ടണമെന്നോ എത്ര രൂപ കോസ്റ്റ് വന്നു എന്നൊന്നും അല്ല നോക്കുന്നത്. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൈസ് തീരുമാനിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുന്നു. ഡിമാൻഡ് ആണ് അവിടെ അടിസ്ഥാനം. In this category also there may be differential pricing and perceived value pricing. Demand oriented pricing il 2 method ഉണ്ട്, differential pricing ഉം perceived value pricing ഉം. Differential pricing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും, അത് പല വിലയിൽ ഡിഫറെന്റ് റേറ്റ്സിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതിൽ പ്രധാനമായും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഡിഫറൻഷിയേഷന് വേണ്ടി ബേസ് ആയിട്ട് എടുക്കുന്നത് കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ പ്ലേസ്, ടൈം ഓഫ് പർച്ചേസ്, പ്രൊഡക്റ്റ് വേർഷൻ. അതിനനുസരിച്ച് പ്രൊഡക്റ്റിന്റെ വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിൽക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമ ഹാളിൽ പോയി കഴിഞ്ഞാൽ ആ സിനിമ ഹാളിൽ ഒരേ സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്, പക്ഷേ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ടിക്കറ്റ് ഉണ്ടായിരിക്കും. ഓരോ സ്ഥലത്തും അവിടെ നമ്മൾ ഇരിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ ആ ചെയറിന്റെ സൗകര്യങ്ങൾക്കനുസരിച്ചോ ഒക്കെ അതേ സിനിമയുടെ ടിക്കറ്റ് തന്നെ പല റേറ്റുകളിലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ സെയിം പ്രോഡക്റ്റ് ഡിഫറെന്റ് റേറ്റിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നു. കസ്റ്റമേഴ്സ് വില്ലിംഗ് ആണ് ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി, അവരും ആ ഡിഫറൻഷ്യൽ പ്രൈസിങ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇപ്പൊ പെട്രോള് പല സ്ഥലങ്ങളിലും നമ്മൾ ദൂരം കൂടുന്നതിനനുസരിച്ചൊക്കെ അതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ചാർജില്. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിലോ ഒക്കെ ചില പ്രത്യേക സമയങ്ങളിലോ ചില പ്രത്യേക സ്ഥലങ്ങളിലോ ഒക്കെ ആ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഫോണില് നെറ്റിന്റെ ചാർജ് ഡേ ടൈമിലുള്ള ചാർജും നൈറ്റ് ടൈമിലുള്ള ചാർജും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ സിമിലർ പ്രോഡക്റ്റ് ഡിഫറെന്റ് റേറ്റ്സിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വില്യം ജെ സ്റ്റാൻസൺസിന്റെ ബുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് മാർക്കറ്റിംഗ്. അത് 900 റുപ്പീസിനും ഓഫർ ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻറ് എഡിഷൻ. അതേപോലെ തന്നെ നോർമലായിട്ട് ഹാർഡ് ബൗണ്ട് അമേരിക്കൻ എഡിഷന് ₹900, ഇന്റർനാഷണൽ സ്റ്റുഡൻറ് എഡിഷന് ₹150 ഓൺലി. അപ്പോൾ ഒരേ ബുക്കാണ് 900 രൂപയ്ക്കും 150 രൂപയ്ക്കും. അതിനുള്ള വ്യത്യാസം എന്താണ്? ആ 2 എഡിഷനും തമ്മിലുള്ളത് ക്വാളിറ്റി ഓഫ് ദ പേപ്പർ. അത് പ്രിന്റ് ചെയ്ത പേപ്പറിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ പിക്ചേഴ്സിന്റെ കളർ ഓഫ് പിക്ചർ അതിനൊക്കെ അനുസരിച്ച് ആ വ്യത്യാസത്തിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ വാല്യൂവില് ചേഞ്ച് ഉണ്ടാകുന്നു. ദെൻ ഡിമാൻഡ് ഓറിയന്റഡ് പ്രൈസിംഗിൽ രണ്ടാമത്തെ മെത്തേഡാണ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ്. പെർസീവ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ആ പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ചില ബെനിഫിറ്റ്സ് ഉണ്ട്, അവർ കണക്കാക്കുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ വാല്യൂ. ഇപ്പോൾ ഒരേ കപ്പ് ചായ, ഒരു കപ്പ് ചായ തന്നെ നമ്മൾ ഓരോ കടയിൽ, ഇപ്പൊ നമ്മൾ മിൽമയുടെ കടയിലാണെങ്കിൽ ഒരു റേറ്റ് ആയിരിക്കും, സാധാ തട്ടുകടയിൽ ഒരു റേറ്റ് ആയിരിക്കും, 5 സ്റ്റാർ ഹോട്ടലിൽ വേറൊരു റേറ്റ് ആയിരിക്കും.
അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ലഭിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അത് കളറിലാവാം, സൈസിലാവാം, ഡ്യൂറബിലിറ്റിയിലാവാം, സോഫ്റ്റ്നെസ്സിലാവാം. എന്തായാലും പ്രൊഡക്റ്റിന്റെ ചില ഫീച്ചേഴ്സിൽ ചില വേരിയേഷൻസ് ഉണ്ടാകുന്നത് കാരണം അതിൽ നിന്ന് കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു. ദെൻ അടുത്തതായി വരുന്നത് മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രൈസിങ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന മാർക്കറ്റിലെ കോമ്പറ്റീഷൻ അനുസരിച്ചുകൊണ്ട് നല്ല സ്ട്രിക്റ്റ് കോമ്പറ്റീഷൻ ആണ് എന്ന് വിചാരിക്കാം. കോമ്പറ്റേറ്റേഴ്സിന് മാർക്കറ്റ് ഷെയറിൽ നല്ല പിടിപാടുള്ള കോമ്പറ്റേറ്റേഴ്സും ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. അവിടെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ ഓറിയന്റഡ് പ്രൈസിങ്ങിൽ നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുമ്പോൾ ആരെ കൂടി കൺസിഡർ ചെയ്യണം? നമ്മുടെ ഇൻഡസ്ട്രി ലീഡർ, അതേ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും ആ മാർക്കറ്റിൽ. അപ്പൊ അവര് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്, അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മളും ഫോളോ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഷെയർ അക്വയർ ചെയ്യാൻ കഴിയും. അതല്ലാതെ കോമ്പറ്റേറ്റേഴ്സ് വളരെ ഒരു മീഡിയം റേറ്റിലുള്ള പ്രൈസും നമ്മളൊരു ഹൈ പ്രൈസും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിമിലർ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരുപാട് പെനിട്രേറ്റഡ് ആയിട്ട് വളരെ വില കുറച്ചുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഓഫർ ചെയ്താലും അവിടെ പ്രൈസ് വാർ ഉണ്ടാവും, കോമ്പറ്റേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാവും. അവര് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫേംസ് ആണെങ്കിൽ അവരുടെ ലാഭം ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അവർ പ്രൈസ് വാറിന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെവി ലോസ് ഫേസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലെ ഏത് മെത്തേഡ് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. കോസ്റ്റ് ഓറിയന്റഡ്, ഡിമാൻഡ് ഓറിയന്റഡ് ആൻഡ് കോമ്പറ്റീഷൻ ഓറിയന്റഡ്. അത്രയാണ് നമ്മൾക്ക് ഈ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പ്രൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.